നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻസ് ആൻഡ് ക്യാഷ് മാനേജ്മെൻ്റ് ആണ്. ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് ഫിനാൻസ് സെക്ടറിൽ. അതുമാത്രമല്ല പലപ്പോഴും ഈ ക്യാഷ് മാനേജ്മെൻറ്റ് നമ്മൾ ട്രഷറി മാനേജ്മെൻ്റ് എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വലിയ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഫോളോ ചെയ്യുന്നറിയാമോ? ബിക്കോസ് ഒരു മൈന്യൂട്ട് ചേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ വരുവാണെങ്കിൽ ഫിനാൻഷ്യൽ പ്രോസ്പെക്ടസിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ക്യാഷ് മാനേജ്മെൻ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. രണ്ടാമത്തെ, അതായത് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഫിനാൻസ് ആൻഡ് ബാങ്കിങ് സെക്ടർ. അതായത് മോഡേൺ ബിസിനസ് ഫേംസിലൊക്കെ വളരെ കൂടുതൽ ക്യാപിറ്റൽ വേണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാം കൊണ്ട് നമുക്കിപ്പം ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ട് എല്ലാം താങ്ങണമെന്നില്ല. ഒത്തിരി എമൗണ്ട് ഒന്നും പേ ചെയ്യാനായിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ട് താങ്ങണമെന്നില്ല. അപ്പം ബാങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഫിനാൻസ് സെക്ടറിൽ പ്ലേ ചെയ്യുന്നത്. അതുമാത്രമല്ല ഇൻഷുറൻസും ഉണ്ട്. അതായത് സെറ്റിൽമെൻറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി, അതിനെല്ലാം ഇൻഷുറൻസും ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ടെന്നാണ് ചുരുക്കത്തിൽ ഇത് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പം അത് ലാസ്റ്റ് പോയിൻ്റാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇൻ്റർനാഷണൽ ഫിനാൻസിൽ ഉൾപ്പെടുന്നത്? അതായത് മോഡേൺ ബിസിനസ് ഫേംസിൽ ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് അവിടെ പ്ലേ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ചലഞ്ചസും ട്രെൻഡ്സും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് വല്ലതും വരുവാണെങ്കിൽ അതിന് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടോ ഒരു ഇമ്പാക്റ്റ് വരും. ഇപ്പോൾ തന്നെ ഇന്ത്യൻ കമ്പനീസിൽ തന്നെ അവർക്ക് ഡെപ്റ്റും ഇക്വിറ്റി എല്ലാം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്, ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്, പിന്നെ വേറെയും നമുക്ക് മോഡേൺ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതായത് കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ കൺവേർട്ടബിൾ ബോൺഡ്സ്, പാർട്ടിസിപ്പേറ്ററി നോട്ട്സ്, ഇതൊക്കെ മോഡേൺ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്നാണ് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്.